ഇത് മേല് മുഴുവനാവുമല്ലോ. ഇതിൽ മറ്റേ തോടുള്ള ഉഴുന്ന് കഴിവും പോലും ഉണ്ട്. കുഞ്ഞെ നിന്നെ പേടിക്കണം, അപ്പ ഉണ്ടല്ലോ. വാ. ഹലോ ഗൈസ്, അങ്ങനെ അച്ചാച്ചൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ പോകും. അതിന് മുന്നേ ഫസ്റ്റ് ആളുകൾ വന്നിട്ടുണ്ട്, നോക്കാം. അതുവഴി ഇറങ്ങാൻ പറ്റുമോ? ഹായ് കുഞ്ഞു ബേബി, കണ്ട കുഞ്ഞു ബേബി. അപ്പ എത്തും. അപ്പ ആരാ പെണ്ണത്? കുഞ്ഞു ബേബി കയറിയിരിക്കേ. അവൾക്ക് പേടിയായിരിക്കും ചിലപ്പോ. അവളുടെ സന്തോഷം നോക്കിയേ. മോനെ കുഞ്ഞു ബേബിയെ തള്ളല്ലേ. അച്ചാച്ചൻ്റെ അടുത്ത് വന്നോ? ഇപ്പോഴാണോ ഉറക്കം എണീക്കണേ? ഇതിന് മസാലയൊക്കെ പുരട്ടണ്ടേ? ഇവിടെ ഇത്രയും നമ്മൾ കെട്ടിയതല്ലേ. 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്തോ ലഞ്ച് ബാഗൊക്കെ പൊതിഞ്ഞ് എങ്ങോട്ടാ? എൻ്റെ അടുക്കളയുടെ അവസ്ഥ കുറച്ചേലും വൃത്തിയായി. പോവാം, ഇറങ്ങാം. ഈ മുട്ട ഇങ്ങനെ കൈ പിടിക്കുവോ? അല്ല എന്തിലെങ്കിലും അകത്ത് ആക്കി. എന്തൊരു ആത്മാർത്ഥതയാ നോക്കണേ. വേഗൊക്കെ തൂക്കി മുട്ടയൊക്കെ പിടിച്ച്. വേണേ എടുത്തോ, മയണൈസും കെച്ചപ്പ് വേണമെങ്കിൽ കെച്ചപ്പ് എടുത്തോ. എന്നാ അകത്ത് കയറി ഇതിട്ടോ. ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ കയറിക്കോളാടാ. ഇരുന്നോ. ഇതെന്തോ ചട്ടിയും കലമൊക്കെ ഉണ്ടോ ഇതിനകത്ത്? ഗൈസ്, ഞങ്ങൾ വണ്ടി പോണ ഒഴുകിയത് അടിപൊളി കാഴ്ച ഉണ്ടേ, കാണിച്ചു തരാം. പെണ്ണിനെ കാണണോ? ഒട്ടുകൂക്കി ഇവിടെ നിന്ന് കണ്ടോ, സ്വന്തമായിട്ട് പുല്ലൊക്കെ കഴിക്കുക. അവൾക്ക് കാണണോന്ന് പറഞ്ഞു. എന്താ പേടിയാണോ? ഇവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയാ. ഇങ്ങനെ പേടിക്കലടാ. അല്ല ശരിക്കും എല്ലാരും ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്നൊക്കെ പറയണേ. ഞാൻ ഫസ്റ്റ് ടൈമാ കാണണേ. ചേച്ചി ഇത് ഉപദ്രവിക്കത്തില്ലേ? ഓ 2 കാലിലും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ കൊറേ ഉണ്ടല്ലേ. എന്തോരം നോക്കിക്കേ. ഓക്കെ ഓക്കെ. അത് ശരിയായതിന് അടുത്തോട്ട് ആണോ? ഇത് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. രസഗുള വാങ്ങിച്ചിട്ടുണ്ട്. പിള്ളേരെ 2 പിള്ളേരെ ഉറക്കി 2 അമ്മമാരും കൂടെ തിന്നുന്നു. നോക്കിക്കോളൂ. വിചാരിച്ച പോലെ ടേസ്റ്റ് ഇല്ല ഗൈസ്. അയ്യോന്ന് ഇവനും കഴിച്ചിട്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുവാണെന്നുള്ള വ്യാജന ഫുൾ ഭാഗത്താക്കി ഗൈസ്. അയ്യോ, ഇവിടെ പാർക്കിംഗ് ഒപ്പിക്കാനാണ് ടാസ്ക് അല്ലേ? ആൻഡ് ഫൈനലി we got the slot. ഓക്കെ. ഇതെന്തോ പറഞ്ഞേ? എന്തോ തിയേറ്റർ? ആംഫി തിയേറ്ററോ? ഇപ്പൊ നമ്മൾ എവിടേക്കാ പോണേ? വാട്ടർഫോൾസ്. ഓക്കെ.
ഹലോ, എന്തുവാ ഇത്? വിളക്ക് കേട്ടോ? എന്തുവാന്നിത്? തണുപ്പുണ്ട്. അയ്യോ സത്യമേ, നല്ല സുഖം. വാ, അടുത്ത് വന്നപ്പോ നല്ല തണുപ്പുണ്ടല്ലേ. ഇത് ശരിക്കും ആർട്ടിഫിഷ്യലാ? നമ്മുടെ സ്വന്തം. ആരെങ്കിലും ഒരു ബാത്റൂം കണ്ടുപിടിച്ചേർന്നേ. പൊന്നനെ കാണുമ്പോഴേ അത് ഓടുക. എവിടാ അപ്പന്റെ മോള് തന്നെ അതേപോലെ വന്നിരിക്കണ. നോക്കിക്കേ, ദേ പോയി പൂച്ച. ദേ ഇവിടെ പോവാ നിങ്ങള്. പൂച്ച ദേ ഇവിടെ എത്തി. പൂച്ച നോക്കി അവിടെ നിൽക്കുക. പോട്ട് അവളെന്തിനാ? അയ്യോ, വാലി പിടിച്ചോ, വാലി പിടിച്ചോ. വാല് വെളിയിൽ കിടക്കണു. ഇവിടെ ഒന്നും ചെയ്യാനില്ലടാ. ഇവിടെ ക്യാറ്റ് ഉണ്ട്. വാ, നോക്കിക്കേ, കണ്ടോ? ഇവിടെ എല്ലാരും കുളിക്കണേ, കണ്ടോ? പിന്നെ ഇത് ആണുങ്ങളൊക്കെ ഇവിടെ ഒന്ന് കുളിക്കുമായിരിക്കും അല്ലേ? ഓപ്പൺ ഷവർ മൊത്തം ഉണ്ടല്ലേ. നമുക്ക് ഒളിച്ചിരിക്കാം, അവര് വരുമ്പോ നമ്മളെ കാണണ്ട. അപ്പൊ ഞങ്ങളവിടെ ഇരുത്തിയിട്ട് കുറച്ച് നേരം അവർ ഡ്രസ്സ് എടുക്കാൻ കാറിന് അങ്ങോട്ട് പോയേ. അവർ തിരിച്ചു വന്നപ്പോഴത്തേന് ഞങ്ങൾ ഒന്ന് ഒളിച്ചു നിന്നതാണേ. ദേ പോണല്ലേ. നമ്മൾ അപ്പേ ഒളിച്ചാ നടക്കണേ. അപ്പ കാണണ്ട, നമുക്ക് ഒളിച്ചിരിക്കാം. ഓക്കെ, മോൻ പറയില്ലേ അപ്പയോട് നമ്മൾ ഒളിച്ചിരിക്കുവാന്ന്? ഓക്കെ, ഈ പുല്ല് കണ്ടോ? ബ്രഷ് പോലെ നിക്കുവല്ലേ, നല്ല രസല്ലേ. നമുക്ക് ഞാൻ ഒരു വിളിച്ചു തുടങ്ങിട്ട് പോവാ. ആരാ അത്? ആരാ സൗണ്ട് ഉണ്ടാക്കണേ? നമ്മളിങ്ങനെ പരതി നടക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ രീതിയിൽ നടക്കാം. അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്ര നേരം? എത്ര നേരമായി? ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെ തപ്പി നടക്കുവായിരുന്നേ. അപ്പൊ ഞങ്ങൾ ഈ വഴി വന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ? കുളിക്കാൻ പോവാൻ പറഞ്ഞ ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ വെക്കണ്ടേ ചേച്ചാ? വീഡിയോ എടുക്കാം. ആ, പൊന്ന് പറ ഹലോ ഗായ്സ്. എന്ത് ചെയ്യാ നമ്മുടെ പൊന്ന്? കുഞ്ഞിന് പേടിയാണോ? ഇതെന്താ ചേച്ചാ? മറ്റേ ഇത് പായലല്ലേ? അയ്യോ പൊന്നെ, നോക്കിയ പായല്. ഇത് ഇവിടെ ഫുള്ള് അതല്ലേ? അയ്യേ, ഇത് മേല് മുഴുവൻ ആവുമല്ലോ. ഇതില്ലേ മറ്റേ തോടുള്ള ഉഴുന്ന് കഴിവും പോലുണ്ട്. യൂഷ്വൽ പൊന്നൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല അല്ലേ? ഹലോ, ഈ കരയിലിരുന്ന് മണ്ണ് വാരി കളിക്കാനാണെങ്കിൽ വീട്ടിലിരുന്ന് കുറച്ച് മണ്ണ് വാരി തരത്തില്ലായിരുന്നോ? ആ എടാ നോക്കടാ, കുഞ്ഞു ബേബിയൊക്കെ കളിക്കുവാടാ. കുഞ്ഞാ നിന്നെ പേടിക്കണ അമ്മയപ്പ ഉണ്ടല്ലോ. വാ, പ്രതിഷേധമാണോ മണ്ണ് വാരി എറിയണേ? അച്ചാച്ചൻ വെള്ളത്തിൽ ഇറങ്ങണല്ലേ? അപ്പോ ഞാൻ കുഞ്ഞിനോടാ വീടുണ്ടാക്കാൻ പറഞ്ഞേ, അച്ചാച്ചനോടല്ല. അവള് വരട്ടെ, നമുക്ക് ഇറങ്ങാം. ഇവള് വരത്തില്ല. ഇങ്ങനെയെങ്കിലും ഒരു വീട് വെക്കും മോനെ.
എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി കയറാട്ടാ. അവിടെ പോയി കുളിച്ച് ഉടുപ്പെല്ലാം മാറിയിട്ട് ആയി തിരിയുണ്ടാ. ഓക്കെ ബൈ പറ. അപ്പൊ ഈ ചെരുപ്പൊന്ന് കഴിയുന്നുണ്ടോ അപ്പാ? പുള്ളിയായിട്ട് കമ്പനി ആയിട്ട് ബാ കളിക്കാം. അമ്മ കളിക്കാം ബാ. പിന്നെ പക്ഷെ തൊടല്ലേ. ഇവർക്ക് ഇത്ര പൂച്ചപ്പനാന്ത ഇവിടെ തോന്നുന്നു. യോ എൻ്റെ കുഞ്ഞെന്തിയേ. നോക്കൂ ഗൈസ്, നമ്മുടെ സ്വന്തം ലുക്മാൻ. ഇവൻ എവിടെയെങ്കിലും ഒരു ലുക്മാൻ്റെ ചായ ഉണ്ടോ? ലുക്മാൻ ഇച്ചിരി ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആവോ? കളിക്കേ. നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാ അല്ലേ? എവിടാ പോണേ? മസാഫി. എവിടാ? മസാഫി പോവാ. ഇവൻ മനഃപൂർവ്വമാട്ടോ അത് ചേട്ടനെ കറക്കിയതാ. കൊടുന്ന് പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പുളിയോ നോക്കോ. ആ അവളുടെ ഫേവറേറ്റ് സാധനമാണ്. അച്ഛാ പ്ലാസ്റ്റിക് മേടിക്കാനുള്ളേ. അത് വേണ്ട, അത് വേണ്ട, പ്ലാസ്റ്റിക് മതി. ആ അത്രയും വലുത് വേണം. ഒരു കുഞ്ഞ് വാങ്ങിച്ചാൽ മതി. ചിട്ടു ഇത് മേടിക്ക്. അതല്ല ഇത്. ആ ആ പിങ്കൊക്കെ. ആ അത്രയും പോരെ. അല്ല മറ്റേത് എത്രയാന്ന് ചോദിച്ചാൽ വലുത്. അതോ അതാണെങ്കിലോ? ഓ അതല്ല, അത് 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 ആ അത് വേണ്ട. അത് 10 ദിർഹംസിന് തരാൻ പറ. ആ വേണ്ട എന്നാ, അല്ലെങ്കിൽ വേണ്ട. 10 ആണെങ്കിൽ മാത്രം മതിയേ. ആ പർപ്പിൾ കളർ എടുത്തോ. ആ എന്നപ്പ ബോള് മേടിച്ചോ? ആ അവൾക്ക് അങ്ങനെ നല്ല ബോളെന്ന് കാണിച്ചാൽ മതി. വാട്ടർമെലൺ. കുഞ്ഞു ബേബിക്ക് കൂടെ കൊടുക്കണേ. ഇത് മാങ്ങയാണോ? അല്ല, എന്ത് വെച്ചാ ഇത് മറ്റേ പാഷൻ ഫ്രൂട്ടാ. ദേ അനാറ്. ഇതെന്തോ കൊഴുക്കിട്ടയോ? ഇത് തേങ്ങാപ്പൂള്. വേണ്ട, നാട്ടിലെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ വന്ന് മാങ്ങ മേടിക്കണോ? വേണ്ട. എന്നപ്പാ അതെന്താന്ന് നോക്കിക്കേ. എന്തിനാ അതിനകത്തിടണേ? കുറച്ചുകൂടെ എക്സ്ട്രാ ഇടാൻ പറ. ചേഞ്ച് ഉണ്ടാവോ അവരുടെ അടുത്ത്? ഹാപ്പി ആയോ? ചിരിക്കും. ഇവിടെ നടക്കണ എന്താന്ന് കണ്ടോ അച്ചാ? ഈ ലുക്മാൻ ഇത് എന്തായി കാണിക്കണേ?
ചില്ലറ കിട്ടി. അച്ഛാ ഇത് നോക്കിക്കേ ചേച്ചാ, അവരങ്ങ് വെട്ടി തിന്നു. അവൾക്ക് ഇഷ്ടമുള്ള സാധനാ. ആ എന്താ മോനെ ഇത്? കുഞ്ഞു കഴിച്ചോ? ഓ അവരിങ്ങനെ കട്ട് ചെയ്ത് തന്നു. ആ പീസ് എനിക്ക് വേണ്ടേ? പീസ് വേണ്ട, എനിക്ക് വേറെ പീസ് മതി. ആ അത് അയ്യോ നമ്മുടെ പൊന്നെ കഴിക്കണ നോക്കിക്കേ. കഴിച്ചോ? ഇത്രയും വെട്ടം പോരെ? ആ ചാർക്കോൾ. അതെന്തോ അത്? അച്ചാച്ച ഇവര് ഭയങ്കര സെറ്റപ്പിലാട്ടാ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്താ എൻജോയ് ചെയ്യാത്തെ? കഴിഞ്ഞ പ്രാവശ്യം പൊന്നം പറയും. വേറെയും ചെയറുണ്ട് ചേട്ടൻ്റെ അടുത്തിരിക്കണേ. എന്താ അച്ചാച്ച ഇച്ചിവിടെ പിറകോട്ട് വലിക്കുക, അതായിരിക്കും നല്ലത്. പിറകോട്ട് വലിച്ചാൽ മതി. ആ പിന്നെ മാറിക്ക് തീയ. ഒന്നാഴ്ച പിറകോട്ട് ഇറങ്ങുന്ന മോനെ. അവിടെ നീ ഇരിക്കടാ കുഞ്ഞിനെയും കൊണ്ട്. എന്തോ വേണം അച്ഛാ? അത് കേടായി പോണതിന് മുമ്പ് എല്ലാവർക്കും കൊടുക്ക് പൊന്നാ. രണ്ടു മൂന്ന് പങ്കാക്കിട്ടെ ഒരുമിച്ച് കഴിക്കാം. ഞാൻ വെച്ച് ഈ തീയും കൂടെ കത്തുമ്പോ നമ്മൾ വെന്തുരും. പക്ഷെ ഇവിടെ ചൂടില്ലല്ലേ? ആ നല്ല സുഖമുണ്ട്. മുട്ട എന്തിനാന്ന് പറഞ്ഞേ? എങ്ങനെ ഇളക്കാൻ? ആ അയ്യേ അതെന്തിനാ? അയ്യേ കൊള്ളായിരിക്കോ? ഓ ഞാൻ കേട്ടിട്ടേ ഇല്ല അങ്ങനെ. ഈ കൈയൊക്കെ നാറൂലേ? എത്ര മുട്ടയുണ്ട്? അയ്യോ അത് നീക്കി വെക്കാനല്ലേ തെറിക്കണ്. അറിയില്ലേ അച്ഛ? ലുക്മാനൊക്കെ കരിഞ്ഞ മാനാവും. നീ നീക്കടാ. നമ്മത് ഒരു ശകലം ഗ്യാപ്പ് ഇട്ടിട്ട് ചൂടടിക്കണില്ലേ? അത് മസാലയൊക്കെ ഇറങ്ങി പോയാ വെള്ളമില്ലാതിരിക്കണേ. പക്ഷെ അടിയിൽ നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ചൂട് കൊണ്ടാന്ന് തോന്നണം അല്ലേ? മാക്സിമം കയറ്റിക്കോ. കണ്ടാ ആള് ട്രാക്കിൽ ഇറങ്ങിയപ്പോ കണ്ടാ സംഭവം തീപ്പൊരി പറഞ്ഞണ്ടാ. തീപ്പൊരി ഷാജി. ബാ അപ്പ വിളിക്കട്ടെ. അപ്പ 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 നിങ്ങൾ എത്ര പേരെന്നാ പറഞ്ഞേ? ഇതിപ്പോ രണ്ടുപേരേ ഉള്ളൂ. ഒത്തനെ ചേട്ടന്മാരൊക്കെ കഴിക്കണം, പെട്ടെന്ന് കഴിക്കും. അപ്പ ഇങ്ങോട്ട് വരാൻ പറ. ഓ എന്റെ പൊന്നച്ചാച്ച, എന്നാ ഇത് എരിയില്ലാത്തത്. അപ്പ ഇത് നോക്കിക്കേപ്പ, എന്നാ എരിയില്ലാത്തത്. എടി കറിയില്ലാത്തത്. കരി വേണം തോന്നുന്നു. തിരിക്കു പൊന്നാ. ആ സൈഡായ ഇനി അപ്പുറത്തെ സൈഡ്.
പൊന്നും ബോള് കളിക്കണല്ലേ? അങ്കിളിന് കൊടുക്ക്. കളിക്കണാ? തട്ട്. ഇവിടെ ചേച്ചിമാര് ഡാൻസ് ഒക്കെ കളിക്കണുണ്ടോ? ഇവിടെ ഒന്നും ആയില്ല. തിരികെ നോക്കട്ടെ. ഓ ഇല്ല ആവാനുണ്ട്. ആ മോനും വീശ്. അപ്പ വീശും പോലെ മോനും വീശ്. മറ്റേ കുത്തണ സാധനം കൊണ്ടുവന്നു അതെവിടെ പോയി? അച്ഛാ കുഞ്ഞ് വീശുന്നോണ്ടാണ് അത് കത്തണേ. ഒരു കുത്തണ സാധനം അവനാ നീ ഗ്ലാസ് എടുത്തതിന്റെ മോൻ എടുത്തില്ലായിരുന്നോ കുത്തണ സാധനം? ഒരു കവർ പല്ലുച്ചി അത് ഒരു പീസ് അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കുത്തി നോക്കിയേ. വേണ്ട വെന്തോ? കരിയുവാണോ അച്ചാ? അപ്പുറത്തെ വശം നോക്ക്. ആ മതി അച്ചാ. അത് പിടിക്കണോ? ചൂടില്ലല്ലോ. സവാളയൊക്കെ മേടിക്കണ്ടായിരുന്നു. ആ ഒരു പീസ് മാത്രം ആയില്ലേ? അതെന്താ ചേച്ചാ? ഇച്ചി ബട്ടർ അങ്ങ് വെട്ട്. ആ നടുക്കോട്ട് ആ ഉള്ള ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുന്ന അതിൽ പിടിക്കണല്ലേ പിന്നെ? ആ ഇല്ല ഉരുകുമ്പോ അങ്ങ് ഇറങ്ങും അല്ലേ? ഇവളിവിടെ കിളക്കുവാണോ? എന്തുവാടാ അവിടെ ചെയ്യണ നീ? ആന്നോ? ഉപ്പ് കൊണ്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട്. പുറത്തോട്ട് കറിക്കും ഞാൻ എടുത്തോണ്ട്. സൂരജ് പറയും കറക്റ്റായിട്ട് പറ. ഇപ്പൊ ശരിയാക്കി തരും സൂരജ്. എല്ലാം കൊള്ളാം, അടിപൊളി. കുറച്ച് കുറവുണ്ടല്ലേ? അത് ഈ അതിൻ്റെ എനിക്ക് ഫുള്ള് വേണ്ട. ഞാനൊക്കെ ഫുള്ള് കഴിക്കില്ല. അത് ചൂടാൻ വെച്ചല്ലേ? ആയില്ലേ? അത് കരിയണം എന്നാ. അത് കരിഞ്ഞതാ. സൂപ്പറാണ് കേട്ടാ. ഇവര് കഴിക്കണ കാണില്ല, സൗണ്ട് മാത്രം കേൾക്കണുള്ളൂ. ഇങ്ങനെ അമ്മ തരാം വിട്. ഇതിന്റെ അടിയിൽ മണ്ണാണോ? അപ്പഴൊന്നുമല്ല, നീ ഇങ്ങോട്ട് വന്നേ. ഇത് ലാസ്റ്റ് സെറ്റ് അല്ലേ? ശുഭം. ഇത് നല്ലോണം കെട്ടാലല്ലേ? ഒഴിച്ചു മുഴുവൻ മതി. അതിനടിയിലോട്ടാണ്. ഇവിടെ തന്നെ മറിച്ചു ഇവനെ കണ്ട്രാക്ക പുറത്തേക്കാണ് വരും. അവന്റെ കൈ ഇല്ല, അത് ഓക്കെയാണ്. ഐസ്ക്രീം മേടിക്കാൻ ഈ അച്ചാച്ചന് വേറെ ജോലിയൊന്നും ഇല്ലേ? ചുമ്മാ എന്റെ കൊച്ചിന് ഐസ്ക്രീം മേടിച്ചിട്ട് അവൻ ഒറ്റയ്ക്ക് നിന്നാ മതി. ആര് മേടിച്ചു? അതിന് കടയടച്ചില്ലേ? ഇതല്ലേ കടയിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഒരു ഐസ്ക്രീം കൂടെ കുടിച്ചിട്ട് പിരിയാമെന്നാണ് എല്ലാവരുടെയും പ്ലാൻ. വേണമെന്ന്
മേടിച്ചോ പൊന്നിന് ഐസ്ക്രീം ആയിട്ട് വരുന്നു. ആഹാ അപ്പൊ പൊന്നിന് ഐസ്ക്രീം ആയിട്ട് വരുന്നു. കൊണ്ട് വരുന്നുണ്ട്. ഇതെന്ത് ഐസ്ക്രീമാ? വേണോ മാംഗോ വേണോ? മാംഗോ. ഇത് അടിപൊളിയാണല്ലോ. ഇങ്ങനത്തെ ഐസ്ക്രീമാ? മറ്റതില്ലായിരുന്നു. ഇത് ഇവൾക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കൂല. എന്നാ വാ കേറാം. അങ്ങനെ നട്ടപ്പാതിരാത്രി 2 മണിക്ക് അടച്ച കട വീണ്ടും തുറപ്പിച്ച് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് തിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞതിന്റെ പ്രഹസനമാണിത്. കിട്ടും എൻ്റെ കേറണ്ടില്ലേ? ബാ ഹലോ എല്ലാരും പോവോ വീട്ടില്? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.